സ്നേഹമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ആദരണീയനായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കം നേതാക്കന്മാരുടെ ഒരു നിര സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങളെ അഭിസംബോധന ഉണ്ടാകും. നിങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രക്രിയയിൽ, അതിന്റെ പ്രയാണത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്തിപ്പെട്ടത് എന്ന് ഈ വാർത്താ ബാഹുല്യത്തിനിടയിൽ നിങ്ങൾ മറന്നു പോകരുത്. നമ്മളാരും ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പല്ല, നമ്മൾ നമ്മുടെ കാരണം കൊണ്ട് ഉണ്ടാക്കി വെച്ച തെരഞ്ഞെടുപ്പുമല്ല. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ എന്തായാലും ആലോചിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഞാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിച്ച സമയത്ത് 2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഉത്തരം പറയൽ നിർബന്ധവുമാണ്. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, സ്വരാജ് ഇവിടെ വരുന്നത് VS അച്യുതാനന്ദന്റെ വീട്ടിൽ പോയിട്ടാണോ? അദ്ദേഹത്തോട് മാപ്പൊന്നും പറയണ്ട, ഒന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനെന്ന വ്യാജേനയെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണോ ഇവിടെ വരുന്നത്? കാരണം അത്രമേൽ സ്വന്തം പാർട്ടിയുടെ തലമുതിർന്ന നേതാവിനെ സ്വരാജ് ആക്ഷേപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം യുദ്ധത്തെക്കുറിച്ചായിരുന്നു. ഈ രാജ്യം ഭരിക്കുന്നത് ആരുമാവട്ടെ, മോദിയാവാം, അതിലും വലിയ ഫാഷിസ്റ്റ് ആവാം, ആര് ഭരിച്ചാലും അത് ഈ രാജ്യമാണ്. ഈ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഈ രാജ്യത്തിന്റെ കൂടെയാണ്. മോദിയോട് നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഈ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. ഞാൻ ചോദിച്ചു, സ്വരാജ്, നിങ്ങൾ ഈ യുദ്ധത്തെ അവമതിച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്? 2 ചോദ്യത്തിനും സ്വരാജ് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ സ്വരാജിനോട് സമയം ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, സ്വരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ സ്വരാജ് പറയുന്നുണ്ട്, എന്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ്. ഞാൻ ആ മുരളീധരൻ നായർ എന്ന പേര് വെട്ടുവൻ, വാല് വെട്ടുവൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണെന്നാണ്. അതെനിക്ക് മനസ്സിലായില്ല. നായരായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ? ബ്രാഹ്മണനായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ? മുസ്ലിമായാൽ, ക്രിസ്ത്യാനിയായാൽ, ബുദ്ധനായാൽ, ജൈനനായാൽ, ഹിന്ദുവായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ? മലയാളിക്ക് പരിചിതനായ ഒരു വിപ്ലവകാരിയുണ്ട്, ഒരു നവോത്ഥാന നായകനുണ്ട്, മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ഒരു നായർ ആണ് എന്ന് മാത്രമല്ല, നായർ സമുദായത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തത്, അവർക്ക് വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്ത പോരാളിയാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ഈഴവ സമുദായത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത. വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സിദ്ദി സാഹിബ്, ഡോക്ടർ പൽപു, അങ്ങനെ ഒരുപാട് പേർ അവനവന്റെ ഐഡന്റിറ്റിയിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ. ഇനി സ്വരാജിനറിയുമോ? സ്വരാജിന്റെ തന്നെ ഒരു നേതാവുണ്ട്, പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് വെച്ചാല് ഏലംകുളം മനത്തിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. വീട്ടിലെ പേരും കൂടി കൂടെ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യനായിരുന്നില്ല. സ്വരാജ് ഏത് ലോകത്തായി ജീവിക്കുന്നത്? വേടന്റെ പാട്ടുകൾക്ക് നൃത്തം ചുവട്ടുന്ന പുതിയ തലമുറയാണ് നമ്മുടെ കുട്ടികൾ. വേടന്റെ അസ്തിത്വത്തിൽ തന്റെ ശീലനക്കാരിയായ അമ്മയെ കുറിച്ച് വേദൽ പാടും.
എന്നിട്ട് വേടന്റെ ഒരു ചോദ്യമുണ്ട്, നീ തമ്പുരാനാണെങ്കിൽ എനിക്ക് മുടിയാണ്. വേടൻ പറഞ്ഞ വാക്യം പറയില്ല, നിനക്ക് മുടിയാണ്. കാല ഇതാണ് സ്വരാജ്. അവനവന്റെ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്ന് വേണം. നിങ്ങൾ ഹിന്ദുവായാലെന്ത്, മുസ്ലിം ആയാലെന്ത്, ക്രിസ്ത്യാനി ആയാലെന്ത്, മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനാവണം. ഇനി ഞാൻ സ്വരാജിനോട് ചോദിക്കട്ടെ, ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്തായിരുന്നു? 19 വയസ്സുള്ള ഷുക്കൂറിനെ അറുത്ത് മുറിച്ചു കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് പക്ഷത്തായിരുന്നു? കൃപേഷിനെ, ശരത്ലാലിനെ, ഷോയിബിനെ, അസ്ലമിനെ കൊല്ലുമ്പോ നിങ്ങൾ ഏത് പക്ഷത്തായിരുന്നു? അപ്പോഴല്ലേ മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടത്? അപ്പോഴല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾ അവിടെ നിന്നിരുന്നോ? എന്റെ സ്വരാജ്, നിങ്ങൾ ഈ പൂളമ്പാടത്തല്ലേ ജീവിച്ചത്? ആ പൂളമ്പാടത്ത് ഒരു ചാണ്ടിയുണ്ട്, കുടിയേറ്റക്കാരനായ ചാണ്ടി, കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സ്വരാജിന്റെ കമ്മ്യൂണിസമല്ല, നക്സലൈറ്റാണ്. ആ പൂളമ്പാടത്തെ ചാണ്ടിയെ ആ വയലിലിട്ട് CPM-കാർ വെട്ടിനിൽക്കുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്താ ഉണ്ടായിരുന്നത്? ഇപ്പോഴാ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകനോട് മാപ്പ് പറയുമോ? ഇവിടെ മത്സരിക്കാൻ വരുമ്പോ നായർ എന്ന പേര് മാറ്റി മനുഷ്യനാകാൻ ശ്രമിക്കുന്നു എന്ന് ജാട പറയുന്ന സ്വരാജ് ഈ പക്ഷത്ത് നിൽക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇനി ഞാൻ ചോദിക്കേണ്ടതാ, വർക്കലക്കാർ ഞങ്ങള് നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ കോൺഗ്രസിന്റെ, ലീഗിന്റെ മറ്റു ജില്ലകളിലെ നിരീക്ഷകന്മാർ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സഹായിക്കാൻ പ്രചരണത്തിന് വന്നവരാണ്. ഒരുപാട് ഇടതുപക്ഷക്കാർ എനിക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞു. വയനാട്ടിലൊക്കെയുള്ള എന്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നിരീക്ഷിക്കാൻ വന്നവരാണ്. അവരൊക്കെ അവിടെ മലപ്പുറത്താണ്. ഞാൻ പറഞ്ഞു, നിരീക്ഷകന്മാരായി വന്ന ആളുകൾ ഇവിടെ വീട് വെച്ച് താമസിക്കാതെ അവരെ തിരിച്ചു പറഞ്ഞേക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ മലപ്പുറത്തുകാരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ടാൽ ഇവിടെ നിന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. മലപ്പുറത്തുകാർക്ക് ഒരു ഉള്ളിലകത്ത് ഒരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ഒരു സന്തോഷമുള്ള, ഒരു നന്മയുള്ള മനുഷ്യന്മാരാണ്. അറിയാലോ നിങ്ങൾക്ക്? ഈ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് ആരാ പറഞ്ഞ്? കടകംപള്ളി സുരേന്ദ്രൻ. സ്വരാജ് അത് തിരുത്താൻ ഈ മലപ്പുറത്തുകാരോട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് മലപ്പുറത്തുകാരനായ നിങ്ങൾ നിൽക്കുമോ? ഈ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് സ്നേഹമുള്ളവർ, നിങ്ങളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി +2 കഴിഞ്ഞ റിസൾട്ട് വന്നു, SLC കഴിഞ്ഞ റിസൾട്ട് വന്നു. ഇതായി സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അവർക്കായിരിക്കും വലിയ ടെൻഷൻ. മക്കളെ പഠിക്കാതിരുന്നാൽ, ഒരു മാർക്ക് കുറഞ്ഞാൽ, മാത്സിന് മോശമാണെങ്കിൽ ട്യൂഷന് വെക്കും. നിങ്ങൾ ഇടക്കിടയ്ക്ക് അതിരാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കും, കഷ്ടപ്പെട്ട് പഠിക്കും. കുട്ടികളാണെങ്കിൽ നല്ല പഠിക്കുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ അല്ലേ? എല്ലാവരും ഒരു 70 above ആണ്. എത്ര A+ മലപ്പുറത്തിന്? ഫുൾ A+. ആ പഠിച്ചു വന്ന മക്കള് കോപ്പി അടിച്ച് ജയിച്ചു എന്ന CPM നേതാവിന്റെ അഭിപ്രായത്തോട് സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? എന്നിട്ട് വേണ്ടേ നിലമ്പൂരുകാരോട് നിങ്ങൾ വന്നിട്ട് വോട്ട് ചോദിക്കാൻ? എന്നിട്ട് വേണ്ടേ? നമ്മളെ സിനിമയൊക്കെ കാണുക, ചെറുപ്പത്തിൽ സിനിമ കാണാൻ തുടങ്ങുമ്പോ സിനിമയിൽ എപ്പോഴും വില്ലൻ ബോംബെ വന്നാൽ അധോലോകാണ്. ബോംബെ വന്നാൽ അധോലോകാണ്. വെട്ട്, മോഹൻലാലിന്റെ സിനിമ കണ്ടില്ലേ? വെട്ട്, കുത്ത്, ചവിട്ട്, കൊള്ള, അങ്ങനെയാണ്. ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളുണ്ട്? ബീഹാർ, ഉത്തർപ്രദേശ്. മനുഷ്യരെ പച്ചക്ക് കത്തിക്കുന്ന, കൊല്ലുന്ന. പക്ഷെ മലപ്പുറത്തുകാരറിയോ? ആ ഒരു സ്റ്റേറ്റും അല്ല. നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ജില്ല മലപ്പുറമാണ്. നിങ്ങളെ മലപ്പുറം, ഞാനീ പറഞ്ഞ സ്നേഹത്തിന്റെ മലപ്പുറം എപ്പോഴായിരുന്നറിയോ? സ്വരാജ് നന്ദ പിണറായി വിജയനാക്കിയതാണ്. ഒരു പോലീസ് ഓഫീസറെ വെച്ച് നിങ്ങളാക്കിയതാണ്. ഈ നാടിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് സ്വരാജ് BJP-കാർ നടത്തിയ ഹവാല. കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് സെക്രട്ടേറിയറ്റ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ച് നടത്തിയ സ്വർണ്ണക്കട കണക്കാണ്. എന്നിട്ടും ഈ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹവാല കൊണ്ടോട്ടിയിലും ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് കൊണ്ടോട്ടിയിലുമാണെന്നാണ്. സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ നിലമ്പൂരുകാർ, നിങ്ങളൊന്നും ശരിയില്ല എന്നാ പറയുന്നത്. കാരണം എന്താണ്? നിങ്ങൾ വലിയ വർഗീയവാദികളാണ്. കാരണം നിങ്ങൾ പ്രിയങ്ക
പ്രിയങ്കയ്ക്ക് വോട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞത് വിജയരാഘവനാണ്. ഞാൻ പറഞ്ഞു ഇവൻ വിജയരാഘവനല്ല, അവൻ വർഗീയരാഘവനാണ്. പ്രിയങ്കയ്ക്ക് വോട്ട് കൊടുത്താൽ നിങ്ങൾ വർഗീയവാദികൾ, നിങ്ങൾ തീവ്രവാദികൾ. ഇന്ത്യയിലെ സാക്ഷി സത്യത്തോട് നേർക്കുനേരെ നിന്ന് പോരാട്ടം നടത്തുന്ന മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. ആ രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ നിലമ്പൂരിൽ വന്ന് വോട്ട് ചോദിക്കാൻ വന്നത് പഴംപൊരി തിന്നാനാണ് എന്ന് പറഞ്ഞതിന്റെ പേര് ഈ സ്വരാജൻ തന്നെ. മാറ്റി പറയോ? നിങ്ങൾ പറഞ്ഞാലേ പഴംപൊരി തിന്നാൻ വന്നതാണ്. രാഹുൽ ഗാന്ധിയെ സ്വരാജിനറിയോ? അങ്ങനെ ഒരു മനുഷ്യനെ കമ്മ്യൂണിസത്തിൽ ഇത് ഇന്ത്യ രാജ്യത്ത് തപ്പി അങ്ങോട്ട് കാണാൻ പറ്റുമോ? ഒരാള് നാട്ടിലെ ചെറിയ തുക്കട മുതലാളിമാരെ കാണുമ്പോ മുട്ടുപറച്ച് താഴെ നിൽക്കുന്നവരാണ് എന്റെ പിണറായി വിജയൻ. എന്താ അറിയോ? റിലയൻസിന്റെ മുതലാളി അംബാനി മകന്റെ കല്യാണം നടക്കുകയാണ്. എല്ലാരും വന്ന് കുട്ടികളോട് ചോദിക്കുന്നത് ആരാണ് സുക്കർബർഗ്, ആരാണ് ഇലോൺ മസ്ക്, ആരാണ് ഈ ബിൽ ഗേറ്റ്സ് എന്നൊക്കെ ചോദിക്കുന്നത്. കുട്ടികൾ പറഞ്ഞു തരും ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരാണ്. അവർ വന്ന് കല്യാണത്തിന് ഇങ്ങനെ സദ്യക്കെട്ട് ഉത്തരിക്കാണ് ആരുടെ? റിലയൻസിന്റെ വീട്ടില്. അപ്പോഴാണ് ഡൽഹിയിലെ ഒരു ചായക്കടയിൽ കാപ്പി കുടി ഒരു കോഫി ഷോപ്പില് കോഫി കഴിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം ലോകം കാണുന്നത്. ആ മനുഷ്യന്റെ ഫോട്ടോ ഒക്കെ പേഴ്സിൽ വെച്ചിട്ട് ആരും കാണാതെ ഒരു സല്യൂട്ട് കൊടുക്കാൻ നോക്ക് സഖാക്കളെ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പോരാളി ഇന്ന് നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നില്ല. എന്തിനായി മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ അധികാരത്തിന് വേണ്ടി? ഈ നിലമ്പൂരുകാർ ആലോചിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലല്ലേ പെരുന്നാൾ വന്നത്? ഇപ്പൊ പെരുന്നാൾ വന്നു. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ എന്താണ് ഓണം, എന്താണ് പെരുന്നാൾ, എന്താണ് ക്രിസ്മസ് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളുടെ പെരുന്നാളിൽ ഈ ചെറിയ പെരുന്നാളാകുമ്പോ എല്ലാവരും ഒരു ടെൻഷനാണ്. നാളെ ആവോ, ഇന്നലെ ആവോ, മറ്റന്നാളാവോ എന്നൊരു ടെൻഷനാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിയ പെരുന്നാൾ ഒരു ടെൻഷനും ഇല്ല. അത് നേരത്തെ അറിയാം ഏതാ ഡേറ്റ്. ഇപ്പൊ ഇപ്രാവശ്യം അറിയായിരുന്നു. എന്നിട്ട് രാവിലെ പിണറായി വിജയൻ പറയാണ് നാളെ ലീവില്ല. അപ്പോഴേക്ക് സകലமான മുസ്ലിം സംഘടനകൾ ഇറങ്ങി പുറപ്പെട്ടു. ലീവ് വേണം. വൈകുന്നേരം പിണറായി വിജയൻ പറഞ്ഞു ലീവ് അനുവദിച്ചിരിക്കുന്നു. ഉടൻ തന്നെ സംഘികൾ വന്നു. കണ്ടോ, കുറച്ച് മൊയ്യന്മാർ ഇറങ്ങിയപ്പോ ലീവ് കൊടുക്കരുത്. കണ്ടോ, കുറച്ച് മാപ്പിള ഇറങ്ങിയപ്പോ ലീവ്. എന്തിനാണ് എന്റെ പിണറായി വിജയൻ ഈ വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് ഈ വർഗീയവാദികൾക്ക്? എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യരെ കേവലം അധികാരത്തിന് വേണ്ടി ഇങ്ങനെ തമ്മിൽ തല്ലിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? വെറുതല്ല സ്വരാജ് പറഞ്ഞത്. അവരുടെ ഇലക്ഷൻ പ്രചരണം നടക്കുമ്പോ അവരുടെ കൺവെൻഷനകത്ത് സ്വരാജ് പറഞ്ഞു പ്രസംഗിക്കുകയാണ്. ഇങ്ങോട്ട് വോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ പ്രസംഗം. അതിന് പറയാൻ അറിയാം അയമുവിന്റെ ഒരു നാടകമുണ്ട്, ഇജ്ജൊരു മനസ്സിലാവാൻ നോക്കൂ. അത് നിലമ്പൂരുകാരുടെയല്ല സ്വരാജ് പറഞ്ഞത്, വേദിയിലിരിക്കുന്ന പിണറായി വിജയനോടാണ്. ഇജ്ജൊരു മനസ്സിലാവാൻ നോക്കൂ എന്ന് അദ്ദേഹത്തിന്റെ മുഖത്തോക്കി പറഞ്ഞാൽ. മനുഷ്യനാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അധികാരികളായാല് മനുഷ്യനോട് കാരുണ്യമുള്ളവരാവണം, സ്നേഹമുള്ളവരാവണം, ഇഷ്ടമുള്ളവരാവണം, അവന്റെ ഹൃദയം അറിയുന്നവരാവണം. അത് ആലോചിച്ചത്. ഞാന് കാർ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ MLA ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ തോറ്റുപോയി. എന്റെ മക്കൾ സാക്ഷി തോറ്റുപോയതിൽ ഇപ്പോഴും എനിക്കൊരു സങ്കടമില്ല. എന്താ കാര്യം? നിയമസഭയിൽ ഇടക്കിടക്ക് പോയിട്ട് ഈ ചെങ്ങായിന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറെ എന്താ കിട്ടാനുള്ള ആലോചിക്കുക. 5 കൊല്ലം ഞാൻ ഉള്ളപ്പോഴൊക്കെ കലഹായിരുന്നു. ഏത് സഭ തുടങ്ങിയാലും അതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടാ പോരുക. അതിനൊക്കെ ഓരോ പ്രസംഗത്തിന് ഓരോ കേസ് വെച്ചിട്ടാണ് എനിക്കതിൽ എടുത്തിരുന്നത്. അല്ലേ? എന്തൊരു മനുഷ്യനാണ്. ഉമ്മൻചാണ്ടി സാർ ഉണ്ടാവുമ്പോൾ നിയമസഭയിൽ പോകാൻ എന്തൊരു ഇഷ്ടമാണ്. ഞാൻ കുറെ അപേക്ഷയൊക്കെ ആയിട്ടാ പോകും. എല്ലാവരും അങ്ങനെയാണ്. കുറെ അപേക്ഷയൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് ഞാൻ പതുക്കെ ഒരു സമയം നോക്കി ഉമ്മൻചാണ്ടി സാർ അടുത്ത് പോയിട്ട് പറയും, സാറേ ഒരു 25,000 രൂപ കൊടുക്കണം, ഒരു പാവാണ് നോക്കുങ്ങൾ. അപ്പൊ 25,000. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 50,000 കൊടുക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 75,000 കൊടുക്കണം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാർ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അല്ല ഷാജി ഒരു 50 പോരെ? അപ്പൊ ഞാൻ പറയും, സാറേ പാവാണ്, ഞാൻ പാവാണെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറെ മുഖമൊക്കെ മാറിയിട്ട് പാവായി പോകും. എന്നിട്ടൊരു 70,000 രൂപ തരും. പാവാണെന്ന് പറഞ്ഞാൽ സങ്കടം വരും. വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവും. ഇതാണ് മനുഷ്യന്മാര്. ഇത് ഈ ചങ്ങായിന്റെ മുഖത്ത് എന്താ ഉള്ളത് അല്ലാത്തല്ലാണ്ട് അറിയാ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്തൊരു കോലാണ്. ലോകത്ത് 3 ഭരണാധികാരികളുണ്ടെന്ന്. ഒന്ന് ട്രംപ്, ഒന്ന് നരേന്ദ്രമോദി, ഒന്ന് പിണറായി വിജയൻ. ഒരമ്മ വെച്ച മക്കളെ പോലെയാണ്. ഒരേ വികാരം, ഒരേ ചിന്ത, ഒരേ ധാരണ. ആ വലിഞ്ഞു മുറിയ മുഖവും മോന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ആലോചിച്ച് ഉമ്മൻചാണ്ടി സാറ് ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നു.
നമ്മളുടെ വിഴിഞ്ഞം തുറമുഖം മൂപ്പരാണ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. മൂപ്പര് തുടങ്ങിയതാണ്. കണ്ണൂർ എയർപോർട്ട് മൂപ്പര് കൊണ്ടുവന്നതാണ്. കൊച്ചി മെട്രോ മൂപ്പര് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കൊണ്ടുവന്ന ആളാണ്. പക്ഷേ മുനീർ സാഹിബ് അന്ന് സോഷ്യൽ ജസ്റ്റിസിന്റെ മന്ത്രിയാണ്. അന്ന് ഞങ്ങളെ കണ്ട് അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മീറ്റിംഗ്. കുറച്ച് ഡോക്ടർമാർ വന്നു. അവർ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറോട്, നമ്മുടെ മക്കളിൽ, നമ്മളെ ആളുകൾക്കിടയിൽ ഈ ബധിരർ മൂകരായ കുറെ ആളുകളുണ്ട്, പാവങ്ങൾ, സംസാരിക്കാൻ കഴിയില്ല. ഇതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെവി കേൾക്കാത്തത് കൊണ്ടാണ് 99%. അതുകൊണ്ട് നമ്മുടെ മക്കൾ ജനിച്ച് ഒരു 2-3-4 വയസ്സാകുമ്പോഴേക്ക് നമുക്കറിയാം സംസാരിക്കണില്ല. നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ അവർ പറയുക കോക്ലിയറിന്റെ പ്രോബ്ലമാണ്. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ചെലവാകും. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, നമുക്ക് ഈ കുട്ടികളൊക്കെ സംസാരിപ്പിക്കണ്ടേ? അവരുടെ അച്ഛനും അമ്മക്കും അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കാൻ ആഗ്രഹം ഉണ്ടാവൂലേ തന്റെ മക്കള്? ഒരു മടിയില്ലാതെ ആ മനുഷ്യൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം. എത്ര പേര് ഞാൻ 4-10 വർഷം എന്റെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 100-400 കോടി രൂപ. പക്ഷെ എനിക്ക് ഇപ്പോഴും പറയാൻ കഴിയും, അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമുണ്ട്. എന്റെ മണ്ഡലത്തിൽ 2 കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയത്. ആ കുട്ടികൾ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്, അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അതിനേക്കാൾ വലുതല്ല 400 കോടിയുടെ വികസനം എന്ന് ഞാൻ വിചാരിക്കുന്നു. 100 കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ തിരുവനന്തപുരത്ത് സംഗമമുണ്ടായി. ആ സംഗമത്തിൽ ഉമ്മൻചാണ്ടി സാറൊക്കെ നിരത്തിരിക്കുകയാണ്. ഒരു കുട്ടി വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറയാണ്, അമ്മ എന്ന് വിളിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ എന്റെ ഈ നാവെന്തിനാണ്? അച്ഛ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് തന്നെ അതിന്റെ പ്രകമ്പനം എന്റെ ചെവിയിൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കാവെന്തിനാണ്? ആ കുട്ടി നെഞ്ച് ഉരുകിയത് പറയുമ്പോ മുമ്പിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ. മനുഷ്യനാവുക എന്ന് പറയുന്നത് ആ മനുഷ്യനെ എത്ര ദ്രോഹിച്ചിട്ടാണ്, എത്ര ബുദ്ധിമുട്ടിച്ചിട്ടാണ്, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ മനുഷ്യനെ പീഡിപ്പിക്കാൻ നോക്കിയിരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, രാഷ്ട്രീയത്തിലെ ഒരു വോട്ട് കേവലമുള്ള വൈകാരികതയുടെ വോട്ടല്ല, ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരവാണ്. ജനാധിപത്യപരമായ ബാധ്യതാ നിർവഹണമാണ്. അതിന് കഴിയണം. അതിന് കഴിയുന്നതായി ചിന്തിച്ചുകൊണ്ടേ വോട്ട് വിനിയോഗിക്കാൻ പാടുള്ളൂ. വൈകാരികതയുടെ പേരിൽ വോട്ട് ചെയ്യരുത്. അതൊക്കെ വേറെയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ലോകത്ത് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? നമ്മളുടെ എത്ര പേര് മിഡിൽ ഈസ്റ്റിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രകൾ ബ്ലോക്കാകും വിധം അശാന്തമാവുകയാണ് ലോകം മുഴുക്കെ. വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം മുറുകാൻ പോവാണ്. ഇസ്രായേലുമായി വലിയ പ്രശ്നമുണ്ടായിരുന്നു ഫലസ്തീനിൽ, അത് ഇറാനിലേക്ക് പരക്കുന്നു. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് എന്താ ചെയ്യാനാവുക? ഇന്ത്യക്ക് ചെയ്യാനാവൂലേ? ഇതൊരു രാജ്യമല്ലേ, കരുത്തുറ്റ നാടല്ലേ ഇത്? പക്ഷെ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ഒരു പോളിസി വേണം. പോളിസി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്, പോളിസി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നത് ഒരു കേവലം ഒരു ആത്മവചനമല്ല, ഒരു ദൈവ മാർഗത്തിലെ വാക്കല്ല. അത് ഇന്ത്യയുടെ പോളിസിയാണ്, ഇന്ത്യയുടെ സംസ്കാരമാണ്. ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാവണം. ശരിചരാനയം അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടായത് ഇന്ത്യക്ക് നിലപാടുണ്ട്. യാസർ അറഫാത്തിനോട് പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഈ ഹമദ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണവും മരുന്നുമായി, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനവുമായി പറയാൻ പ്രിയങ്കയുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പോയിപ്പോയത്? ഇല്ലാതായി പോയത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ആ അബദ്ധങ്ങൾ പല കൈപ്പിഴ സംഭവിച്ചു പോയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ വോട്ടുകൾ, ചെറിയ മാറ്റങ്ങൾ, ചെറിയ കാര്യത്തിലല്ല വോട്ടെന്ന് ഓർത്തുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയും വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിനിയോഗം ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങളോട് വിനീതമായി പറഞ്ഞുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നേതാക്കന്മാർ ഒരുപാട് പിറകിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ജയ് ഹിന്ദ്.